സംസ്കൃതി തട്ടുകടയോ? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ബാലാജി തട്ടുകട, അന്നപൂർണ്ണ ക്യാൻറ്റീൻ എന്നൊക്കെ ആയിരിക്കും പേര് വെക്കുക. ഇവരെന്താ സംസ്കൃതി തട്ടുകട എന്ന് പേര് വെച്ചേ? പേരേ വമ്പം ഫ്ലോപ്പാ. നിന്നോട് മത്സരിക്കാൻ പുതിയ ടിഫിൻ വണ്ടി വന്നിട്ടുണ്ട്. വന്നാ ഇപ്പൊ എന്താ എല്ലാവരും അങ്ങോട്ട് പോവോ? നിങ്ങളൊന്ന് അവരുടെ റേറ്റ് നോക്ക്, എന്റെ റേറ്റ് നോക്ക്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ടിഫിനാ വെക്കുന്നേ, അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് വെക്കേണ്ടി വരും. വേണ്ട വേണ്ട, നിന്റെ ഭക്ഷണം തന്നെ കഴിച്ചോളാം. ഒരു ചമ്മന്തി ഒഴിക്കും. അങ്ങനെ പറ. എനിക്കെതിരായിട്ട് മറ്റൊരു ടിഫിൻ വണ്ടിയോ? ഇത്രയും നാളിത് എന്റെ രാജ്യമായിരുന്നു. എനിക്കൊരു എതിരാളി വന്നാ ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കേണ്ടി വരും. വാ വാ വാ, എല്ലാരും വാ. നല്ല ചൂടുള്ള ഇഡ്ഡലി, പൂ പോലെയുള്ള ദോശ, നല്ല മൊരിഞ്ഞ വട, നല്ല സൂപ്പർ ചട്നി, കുറഞ്ഞ വിലയിൽ കൂടുതൽ സ്വാദോടെ. വാ വാ, എല്ലാരും വാ. വരൂ, എല്ലാവരും വരൂ. വേഗം വാ, ഇപ്പൊ തീരും. താൻ ടിഫിൻ തന്നെയാണോ വിൽക്കുന്നത് അതോ പച്ചക്കറിയാണോ? ഒന്ന് മയത്തി തള്ളടാ. ഇന്നലത്തെ ഇഡലിയും തന്നിട്ട് ചൂടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എങ്കിൽ അവിടെ പോയി കഴിക്കും. അതിന്റെ ആവശ്യം എന്താ? വീണ്ടും കാശ് കൊടുക്കേണ്ടി വരും. എന്നോ ഏട്ടാ, നമ്മുടെ തട്ടുകടയിലേക്ക് ഒരാൾ പോലും വരുന്നില്ലല്ലോ. എല്ലാവരും ആ തട്ടുകടയിൽ പോയി വാങ്ങി കഴിക്കുക. നമ്മൾ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. അയാളാണെങ്കിൽ ഇവിടെ ഒരുപാട് നാളായിട്ടുള്ളതല്ലേ. സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാര് അവിടെ തന്നെയല്ലേ പോവൂ. എന്താ ഏട്ടാ, ആരും വരില്ലെന്നാണോ? ആരും നമ്മുടെ കടയിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ ഈ കച്ചവടം എങ്ങനെ നടത്തുന്ന ഏട്ടാ? ആദ്യ ദിവസം തന്നെ ഇങ്ങനെ പേടിച്ചാലെങ്ങനെ? ഒന്ന് സമാധാനമായിട്ടിരിക്കേ. നമ്മുടെ കടയിലും ആൾക്കാർ വരും. ഇത്രയും നേരമായിട്ടും എന്തായിട്ട് ആരും വരാത്ത? എല്ലാവരും അങ്ങോട്ടേക്ക് പോവാ. ആൾക്കാര് വരും വസു, താനൊന്ന് വെയിറ്റ് ചെയ്യും. 1 or 2 പേര് വന്നാ മതി. അവര് നമ്മുടെ ഭക്ഷണം കഴിച്ച് അതിന്റെ ടേസ്റ്റിനെ പറ്റി മറ്റു 4 പേരോട് പറയും. ആ 4 പേര് വേറെ 10 ആൾക്കാരോട് പറയും. ആ 10 പേര് 100 ആകുന്നത് വരെ നമ്മളൊരല്പം ക്ഷമയോട് കൂടി തന്നെ ഇരിക്കണം.
എന്താ ആലോചിക്കുന്ന അഖിൽ? എത്രയും പെട്ടെന്ന് ഭാസ്കരേട്ടന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങണം. വാ. ആ സൈൻ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുന്ന കാർത്തിക. എന്റെ ഏട്ടനെ ചതിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ പങ്കെടുത്തോണ്ട് ഫോറിനിലേക്ക് പോകുന്നതല്ലേ നല്ലത്? നിനക്ക് എന്തു പറ്റി? രാത്രി ഓക്കേന്ന് പറഞ്ഞതല്ലേ? സെന്റിമെന്റ് ആകുന്നതാണോ? എന്തൊക്കെ പറഞ്ഞാലും അയാൾ എന്റെ സ്വന്തം ഏട്ടനായി പോയില്ലേ? ആ അഭിരാമിനെ പോലെ അന്യനൊന്നും അല്ലല്ലോ. നോക്ക് അഖിൽ, നമ്മൾ ഹാപ്പി ആയിട്ട് US കഴിയണമെങ്കിൽ ഒരുപാട് പണം വേണം. നിന്റെ ഏട്ടന് ഷെയർ കൊടുത്താലും ആ പണം നിന്റെ ഏട്ടൻ ശരിയായിട്ട് ഉപയോഗപ്പെടുത്തില്ല. ആർക്കെങ്കിലും പണം കൊടുത്ത് നഷ്ടപ്പെടുത്തും. ആ ആരോ ഒരാള് നമ്മളായ നമുക്ക് ഉപയോഗപ്പെട്ടാൽ എന്ത് തെറ്റിയിരിക്കുന്നു? പക്ഷെ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ സ്വന്തം ഏട്ടനെ ചീറ്റ് ചെയ്യുന്നത്. ഇത് ചീറ്റിംഗ് അല്ല, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന നന്മയാണ്. അതൊന്ന് ആലോചിച്ച് നോക്ക്. പാവവും പുണ്യവും എന്നൊക്കെ ആലോചിച്ചോണ്ടിരുന്നാലേ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നിന്റെ ചേട്ടന്റെ ഒപ്പിട്ട് വാങ്ങി ആ പേപ്പേഴ്സ് MLA ഏൽപ്പിച്ച് മുഴുവൻ പണവും എടുത്ത് ഫ്ലൈറ്റ് കയറാം. മുഴുവൻ കാശ് എടുത്തോണ്ട് നിങ്ങൾ ഇവിടുന്ന് പോവോ? അപ്പൊ എന്റെ അവസ്ഥ എന്താകും? ഞാൻ തെരുവിലിറങ്ങണമെന്നാണോ? നിങ്ങൾ ചതിക്കാൻ നോക്കുകയാണെന്ന് ഭാസ്കറിനോട് ഞാൻ ഉടനെ പറയാൻ പോവാ. ഇവിടെ ഒരുത്തൻ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയാതെ രാവിലെ എണീറ്റ് പത്രം വായിച്ചോണ്ടിരിക്കുക. എടാ ഭാസ്കറെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭാവനയോട് കോഫി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ. അവളെന്താ ഇതുവരെ അത് കൊണ്ടുവരാത്തെ? ഇതുകൊണ്ടാടാ എല്ലാരും നിന്നെ പറ്റിക്കുന്നത്. അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോ നീ ഇവിടെ ചായ നോക്കിയിരിക്കുക. ഞാൻ ചായ അല്ലേ ഇളമേ പറഞ്ഞത്, കോഫിയാ. ഇവിടെ മരമുണ്ടോ ഭാസ്കറേ? അതല്ലടാ, ആ കാർത്തികയും അഖിലും ചേർന്ന് നിന്നെ ഇവരിപ്പൊ തന്നെ വരണായിരുന്നു. എന്താടാ അഖിൽ? ഇതില് 1-2 സൈൻ ചെയ്യണമായിരുന്നു ഏട്ടാ. ആ പേപ്പേഴ്സ് എന്താ കൊച്ചുമോനെ? എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്താ ആന്റി? ഏട്ടാ കോഫി. അഖിലിനും കൂടി കോഫി കൊണ്ടുപോവാ ഭാവനെ. വേണ്ട ഏട്ടാ, ഏട്ടൻ ഇതിൽ സൈൻ ചെയ്യ. എന്തിനാ ഒപ്പിടുന്ന അഖിൽ? അത് തന്നെ ഞാനും ചോദിച്ചത് ഭാവനെ. ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നെന്നും ചോദിച്ച് എന്നെ വഴക്ക് പറയാം. കാർത്തിക പറഞ്ഞത് കറക്റ്റ് അല്ലേ ഇളയമേ? ഈ പേപ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ അറിയുന്നേ. എന്താ ഏട്ടാ ഇത്? ആ പേപ്പേഴ്സിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാതെ എന്തിനാ ഏട്ടൻ ഒപ്പിട്ട് കൊടുക്കുന്നത്? ഞങ്ങൾ നിങ്ങളുടെ സ്വത്തൊന്നും എഴുതി വാങ്ങുന്നതല്ല. പണവും എടുത്തുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോകാനൊന്നും പോകുന്നില്ല. നീ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോടി. നിന്റെ ശരിക്കുള്ള പ്ലാൻ അതാണെങ്കിലും സംശയം വരാത്ത രീതിയിൽ നീ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഫാക്ടറിയോട്ട് ബന്ധപ്പെട്ട പേപ്പേഴ്സ് എടുത്തി. നമ്മൾ നാട്ടിൽ പോയില്ലായിരുന്നോ? ഒരുപാട് പേപ്പേഴ്സ് സൈൻ ചെയ്യാൻ പെൻഡിങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ വന്നത്. ആ ഫാക്ടറി ഭാസ്കറിന്റേത് മാത്രമൊന്നല്ലല്ലോ അഖിലേ. ആ ഒപ്പ് നിനക്ക് തന്നെ അങ്ങ് ഇട്ടൂടെ? അഖിൽ ഒപ്പിട്ട് കഴിഞ്ഞു ആന്റി. ഇനി വേണ്ടത് ഭാസ്കരേട്ടന്റെ ഒപ്പാണ്. നീ ഒരു തവണ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടുന്നതായിരിക്കും നല്ലത്. അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. എന്റെ അനിയന്റെ മേലെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നീ അതെങ്കിൽ തന്നെ. വിശ്വസിക്കുന്നവരാണ് ചതിക്കുന്നത് ഏട്ടാ. വായടച്ചു പോയി എന്നുവെച്ചാ അഖിലെന്നെ പറ്റിക്കുന്നാണോ നീ പറഞ്ഞു വരുന്നേ? അഭിയെ ഏട്ടൻ ഒരിക്കലും പറ്റിച്ചതല്ലേ? അഖിൽ എന്റെ സ്വന്തം സഹോദരനാ. അഭി നിങ്ങളെ രണ്ടുപേരെയും സ്വന്തം സഹോദരങ്ങളെക്കാൾ സ്നേഹിച്ചതല്ലേ? അല്ല ഏടത്തി എന്തായി പറഞ്ഞു വരുന്നേ? ഫാക്ടറി അടച്ചുപൂട്ടാനാണോ? എന്താടാ, എന്തു പറ്റി? എന്തിനാ ദേഷ്യപ്പെടുന്നേ? കറക്റ്റ് സമയത്ത് എഴുതി വന്നത്. കൊച്ചുമോൻ ഭാസ്കറിനോട് ഏതോ പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറയാ. അത് ഏതെങ്കിലും പേപ്പേഴ്സ് അല്ല അമ്മേ, അത് ഫാക്ടറിയുടെ പേപ്പേഴ്സ് ആണ്. വർക്കേഴ്സിന് കൊടുക്കേണ്ട സാലറി, ഉത്സവ ബോണസ്, ഓഫീസ് മെയിന്റനൻസ്, എക്സ്ട്രാ വൗച്ചേഴ്സിൽ കയ്യൊപ്പ് വേണം.
ഏട്ടൊന്ന് വേഗം സൈൻ ചെയ്യാം. മാനേജറുടെ കയ്യിൽ കൊടുത്തു വിടണം. എന്തിനാ ഇത്രയും ധൃതി പിടിക്കുന്ന കൊച്ചുമോനെ? ഭാസ്കറിന് ആലോചിക്കാൻ സമയം കൊടുക്കടാ. അത് നിങ്ങൾ പറയുന്ന വൗച്ചർ തന്നെയാണോന്ന് നോക്കട്ടെ. വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ട് കൊടുക്ക് ഭാസ്കർ. അതിന്റെ ആവശ്യമില്ലമ്മേ. അപ്ഛേ. എടാ ഭാസ്കറെ, എനിക്ക് തുമ്മൽ വരുന്നടാ. നല്ല ശകുനല്ല. ഒപ്പൊക്കെ പിന്നെ ഇടടാ. നിങ്ങൾ നിങ്ങളുടെ ഓരോ ശകുനം ഒന്ന് മാറി നിൽക്കും. എന്താടാ ഏട്ടത്തിയോട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? മുതിർന്നവരോട് ഒരു ബഹുമാനവും ഇല്ലേ? സോറി. ഭാസ്കരേട്ടൻ ഒപ്പിട്. ഒരു മിനിറ്റ് നിക്കേട്ടാ. ആ പേപ്പേഴ്സിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ താഴേട്ടാ. അതേടാ, അവളെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നിന്റെ ജോലി നീ മര്യാദയ്ക്ക് ചെയ്യ് ഭാവനെ. അല്ലാതെ ഫാക്ടറിയുടെ കാര്യങ്ങളൊന്നും ഇടപെടണ്ട. അതല്ലടാ, അത് ഫാക്ടറിയിലെ പേപ്പറാണോ അല്ലയോ എന്നറിയാതെ. എന്താ അമ്മ ഇത്? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഞാൻ ഏട്ടനെ ചതിക്കൊന്നും തോന്നുന്നുണ്ടോ? അത് തന്നെ. ഞങ്ങള് വിശ്വാസമില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ചേട്ടൻ തന്നെ നോക്കിയാ മതി. ഞങ്ങൾ വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കോളാം. ഓൾറെഡി നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി നിങ്ങൾ കണ്ടെത്തിയില്ലേ? ആ ഇപ്പൊ ഭാസ്കറിന് നിങ്ങൾ എല്ലാരും കൂടി ശ്വാസം മുട്ടിക്കുക. ആ കാര്യം എനിക്ക് പുറത്ത് പറയാനും പറ്റുന്നില്ല. ഫാക്ടറിയുടെ കാര്യം നോക്കാൻ എനിക്ക് ഒറ്റയ്ക്കൊന്നും കഴിയില്ല. വേണമെങ്കിൽ നിങ്ങൾ തന്നെ ഫാക്ടറി മുഴുവൻ അങ്ങ് എടുത്തേക്ക്. ഞാൻ വേറെ വല്ല ജോലി നോക്കിക്കോളാം. വേണ്ട ഏട്ടാ, എന്ത് ചെയ്താലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഏട്ടൻ വേഗം സൈൻ ചെയ്യാം. അതെ, ഇപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ വന്നടാ. ഇന്ന് നല്ല ദിവസമല്ല. ഇന്ന് എന്ത് കാര്യം ചെയ്താലും നഷ്ടമേ സംഭവിക്കൂ. ഒപ്പ് നമുക്ക് നാളെ ഇടാം. വേണമെങ്കിൽ നാളെ വരെ നീ അത് കയ്യിൽ വെച്ചോ. സമയം കിട്ടുമ്പോ ഒപ്പിട്. ഇളയമേ, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നേ? ഇനി ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഭാസ്കർ, നശിപ്പിച്ചല്ലോടാ. നിനക്ക് നീ തന്നെയാ കുഴി വെട്ടുന്നത്. ഒരുപാട് താങ്ക്സ് ഏട്ടാ, എന്നെ വിശ്വസിച്ച് സൈൻ ചെയ്തതിന്. നീ എന്റെ സ്വന്തം അനിയനടാ. നിന്നെ വിശ്വസിക്കാതെ ഞാൻ പിന്നെ വേറെ ആരെ വിശ്വസിക്കാനാ? ചേട്ടന്റെ വിശ്വാസം ചേട്ടനെ രക്ഷിക്കും. ലൈഫ് ലോങ് ചേട്ടന് ഓർമ്മയുണ്ടാകും. ഇത്രയും വലിയ ചതി ചെയ്താ എങ്ങനെ ഓർമ്മയില്ലാതിരിക്കും? ഇപ്പൊ പറയളേമേ, കുറച്ചു നേരത്തെ എന്നോട് എന്തോ പറയാൻ വന്നില്ലേ? ഇനി അറിഞ്ഞിട്ട് എന്ത് കാര്യാടാ? ചിലര് കൈ പൊള്ളിയതിനു ശേഷം കൈക്കിൽ തുണി എടുക്കുന്നത്. നിനക്ക് അതിനുള്ള ചാൻസ് പോലില്ലെന്ന് പറയാൻ വന്നതാ. എന്തോ ഈ ഇളയമയുടെ ഒരു പ്രാന്തും. ഇഡലി ഉണ്ടോ ചേട്ടാ? ഇല്ല ഇല്ല, തീർന്നു. വേറെ എന്താ ഉള്ളത്? ഒന്നുമില്ല, എല്ലാം തീർന്നു. നന്നായിട്ട് വിശക്കുന്നു. ബ്രദർ, ഇങ്ങോട്ട് വരൂ. ഇവിടെ എല്ലാം ഉണ്ട്. വേണ്ട, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചോളാം. ഹലോ അനിയ, ഇവിടെ എല്ലാം. എന്താ ഏട്ടാ, ഈ ഫീൽഡിൽ പുതിയതാണോ? കസ്റ്റമേഴ്സിനെ അങ്ങനെ വിളിക്കാൻ പാടില്ലെന്നറിയില്ലേ? അയാള് വിശക്കുന്നെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വിളിച്ചത്. എത്ര വിശപ്പുണ്ടേലും നിങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് വന്നില്ലല്ലോ ചേട്ടാ. ഇതെന്താ, കല്യാണ വീട്ടിലെ പോലെ ഒരുപാട് ടിഫിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആദ്യ ദിവസം തന്നെ ഇത്രയൊക്കെ ഐറ്റംസ് വേണമായിരുന്നോ? എന്തായാലും നല്ല പണിയാ കിട്ടിയത്.
ഇത് എന്റെ ഏരിയ ചേട്ടാ. ഇവിടെ ഞാൻ തന്നെ വണ്ടിയിട്ടിട്ടേ കാര്യമുള്ളൂ. വേറെ ആരിട്ടാലും നിങ്ങളെ പോലെ ഈച്ച അടിച്ചിരിക്കേണ്ടി വരും. ഏട്ടാ വസുന്ധര, നോക്കിയേട്ടാ, രാവിലെ മുതൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ എന്റെ വണ്ടിയുടെ ചുറ്റും കസ്റ്റമേഴ്സ് കൂട്ടം കൂടി നിൽക്കുമ്പോ നിങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് ഒരു ഈച്ച പോലും വന്നില്ല. ഇപ്പൊ തന്നെ 12 മണിയാവാറായി. കുറച്ച് സമയം കഴിഞ്ഞാൽ ഊണിന് സമയാവും. പിന്നെ ടിഫിൻ വാങ്ങാൻ ആരും വരില്ല. അപ്പൊ ഞാൻ വീട്ടിൽ പോവാ, നിങ്ങളും പോവാൻ നോക്ക്. നാളെ വീണ്ടും വന്നേക്കരുത്, ഇത് തന്നെ സംഭവിക്കൂ. വസുന്ധര വേണ്ട. പാവം, കഷ്ടപ്പെട്ട് ഒരുപാട് ടിഫിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോ വല്ല വഴിവെക്കലും കളഞ്ഞേക്ക്. നിങ്ങളുടെ ടിഫിൻസ് ഇനി അതിനേ കൊള്ളൂ. എന്താ ഏട്ടാ, അയാൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഏട്ടൻ കേട്ടോണ്ട് നിൽക്കുവാണോ? ഞാൻ എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചപ്പോ എന്നെ തടയുകയും ചെയ്തു. വെറുതെ എന്തിനാ അയാളോട് വഴക്കൂടുന്നേ? അയാള് നമ്മളെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം ഓടയിൽ എറിയണമെന്നാണോ? രാവിലെ തൊട്ടേ അവനുണ്ടാക്കിയ ദോശയും ചമ്മന്തിയും പറ്റി ആൾക്കാരുടെ അഭിപ്രായം എന്തായിരുന്നു എന്ന് നമ്മൾ കേട്ടില്ലെന്ന് അവന്റെ വിചാരം. എന്നാലും എല്ലാരും അയാളുടെ അടുത്ത് നിന്നല്ലേ ഭക്ഷണം കഴിച്ചത്. അതാ എനിക്ക് മനസ്സിലാവാത്ത. ഭക്ഷണം നല്ലതല്ലെങ്കിൽ പിന്നെ എന്തിനാ കുറ്റം പറഞ്ഞത് കഴിക്കുന്നേ? നമ്മുടെ അടുത്തേക്ക് വരായിരുന്നല്ലോ. കസ്റ്റമേഴ്സിന്റെ സൈക്കോളജി നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല വസു. ആരായിരുന്നാലും ആദ്യം കസ്റ്റമേഴ്സുമായിട്ടൊരു പരിചയം ഉണ്ടാക്കണം. അതിനുശേഷം എങ്ങനെ ആയിരുന്നാലും പിന്നെ അവരുടെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സ് ഭക്ഷണം കഴിക്കും. പിന്നെ ആരും പുതിയൊരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കില്ല. ആ വീക്ക്നെസ് അവനും അവനെ പോലുള്ള എത്രയോ ആൾക്കാരെ മനസ്സിലാക്കി മുതലെടുത്ത് കാശുണ്ടാക്കുന്നുണ്ടെന്നറിയോ? അപ്പോ നമ്മുടെ കടയിലേക്ക് ആൾക്കാർ എപ്പോഴാ വരിക? ഇത് ആദ്യത്തെ ദിവസമല്ലേ, ക്ഷമിക്ക്, വന്നോളൂ. അല്ലെങ്കിൽ കട നമുക്ക് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ? വേണ്ട വസു, ഈ സ്ഥലത്ത് വണ്ടിയിടണമെന്ന് പറഞ്ഞ ഗവൺമെന്റ് നമുക്ക് പെർമിഷൻ തന്നിരിക്കുന്നത്. ഇവിടെ അയാൾ നമുക്ക് ചലഞ്ചായിട്ട് നിൽക്കുകയല്ലേ? നാളെ നമ്മൾ അയാൾക്കൊരു ചലഞ്ചായി മാറും. ഒരിക്കലും വിശ്വാസം കൈവിടരുത് വസുന്ധര. ധൈര്യമായി വിശ്വാസത്തോടെ ഇരിക്കുക. ഇനിയിപ്പോ ഈ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും ഏട്ടാ? ആ, നമുക്ക് പാഴ്സൽ ചെയ്യാം വസുന്ധര. പാഴ്സലാക്കുന്ന എന്തിനാ? ആദ്യം താൻ പാഴ്സൽ ചെയ്യാൻ നോക്ക്. ഇനി ഇതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടരുത്. എടാ, ഭാവന, എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നേ? എന്തോ ചെമ്മേ? ഇത് കരിഞ്ഞു പോയല്ലോ. എന്നിട്ട് സ്റ്റൗ എന്താ ഓഫ് ചെയ്യാത്തെ? സോറി അമ്മേ. ഏട്ടൻ അഖില് കൊടുത്ത പേപ്പേഴ്സ് സൈൻ ചെയ്തത് മുതല് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. അതാണിപ്പോ എനിക്കും പേടി. ആ കള്ളനായ MLA പറയുന്നത് കേട്ട് ആ അഖിലും കാർത്തികയും എന്തൊക്കെയാ ചെയ്ത് കൂട്ടാൻ പോകുന്നോർത്ത് പേടിയാകുന്നു. ഭാസ്കറിന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. ആന്റി എന്താ ഈ പറയുന്നേ? ഭാസ്കരേട്ടനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്? സ്വത്ത് മുഴുവൻ വിറ്റിട്ട് നീയും അഖിലും ഫോറിനിലേക്ക് പോകാൻ പോവല്ലേ? ഉറപ്പായി അവരെന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ട് അമ്മേ. അതെന്താണെന്ന് അറിയില്ല. ഏട്ടനാണെങ്കിൽ അന്ധമായിട്ട് അവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഭാസ്കറിന്റെ പ്രശ്നം ഇത് തന്നെയാണ് ഭാവനെ. സ്വന്തം ബുദ്ധി ഉപയോഗിച്ചൊന്നും ചിന്തിക്കേയില്ല. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കേയില്ല. തലൊരു കളിമണ്ണുള്ള ഭാസ്കറിനെ പറഞ്ഞു പറ്റിച്ച് നിങ്ങൾ ഒപ്പ് വാങ്ങിച്ചില്ലേ? ഇപ്പൊ MLAയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവാ, അങ്ങനെയല്ലേ? ശരി തന്നെയാ അമ്മേ. ഏട്ടൻ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. സ്വന്തമായിട്ടൊന്നും ആലോചിക്ക പോലും ഇല്ല. എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലമ്മേ. നിന്റെ അച്ഛനോട് ഇതൊക്കെ പറയണോന്ന് വെച്ചാ അദ്ദേഹത്തിന് ഇപ്പോ നല്ല ശരീരസുഖവും ഇല്ല.
അദ്ദേഹമാണെങ്കിൽ ഈ രണ്ടു മക്കളോടും ദേഷ്യത്തിലുവാ. അങ്ങനെ ദേഷ്യപ്പെട്ടാൽ എങ്ങനെയാ ആന്റി? യാത്രയ്ക്ക് മുൻപ് കൂളായിട്ടിരിക്കണം. നിങ്ങൾ പോകുമ്പോ ഞാൻ എന്തിനാ സമാധാനായിട്ടിരിക്കുന്നേ? ആന്റി ഞങ്ങളുടെ കൂടെ ഫോറിനിലേക്ക് വരികയല്ലേ? ഞാൻ ഫോറിനിലേക്കാ? എന്താ വരില്ലേ? വരാനായിട്ട് നിങ്ങൾ വിളിച്ചില്ലല്ലോ. എന്താ ആന്റി ഇത്? ആന്റി പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ കൂടെ മോമും വരുന്നില്ല, ഡാഡും വരുന്നില്ല, അച്ഛനും അമ്മയും ഒരിക്കലും വരികയില്ല. വഴക്കുണ്ടാക്കിയാലും തല്ലുണ്ടാക്കിയാലും ഞങ്ങൾക്കെല്ലാം ആന്റിയല്ലേ. ഫോറിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ മുതിർന്നവരായിട്ട് ആരാ ഉള്ളത്? നീ സത്യാണോടി പറയുന്നേ? ആന്റിയാണ് സത്യം. ആന്റി ഞങ്ങളുടെ കൂടെ ഫോറിനിലേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾ എന്താ ഈ കാര്യം എന്നോട് നേരത്തെ പറയാതിരുന്നത്? അഖിൽ ആന്റിക്കൊരു സർപ്രൈസ് തരാനിരിക്കുമായിരുന്നു. നിങ്ങൾ സീക്രട്ട് ആയിട്ട് സംസാരിക്കുമ്പോ ഈ കാര്യത്തെ പറ്റിയൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ഞങ്ങൾ പറയുന്നതൊക്കെ ആന്റി രഹസ്യമായിട്ട് കേൾക്കുകയാണെന്ന് ഞങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാ സർപ്രൈസിനെ കുറിച്ച് ഞങ്ങൾ പറയാതെ.